ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയുമായി സാനിയോ മനോമി തയ്യാറാണ്. സംസ്ഥാനത്ത് വവ്വാലുകളിൽ വീണ്ടും നിപ സാന്നിധ്യം. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനത്തിലാണ് നിപ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പഴംതീനി വവ്വാലുകളിലാണ് വൈറസ് സാന്നിധ്യം. നിപ ബാധിത മേഖലകളിൽ നിന്ന് 2023 ഫെബ്രുവരി, ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിൽ ശേഖരിച്ച വവ്വാലുകളുടെ സ്രവത്തിലാണ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. സാനിയോ, ഗുഡ് ഈവനിംഗ്. പുതിയ പരിശോധനാ ഫലങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിംഗ് സുജയ. അതെ, ഈ പരിശോധനാ ഫലങ്ങൾ കോഴിക്കോട് ആദ്യമായി നിപ്പ വന്നത് മുതൽ എല്ലാ വർഷവും സർവേലൻസിന്റെ ഭാഗമായി പരിശോധന നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി 2023 നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി, ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിലാണ് സാമ്പിൾ ശേഖരിച്ചത്. ആ ശേഖരിച്ച സാമ്പിളുകളിലാണ് 20% വവ്വാലുകളിൽ നിപ്പ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതായുള്ള റിപ്പോർട്ട് ഫ്രണ്ടിയർ മാഗസിൻ്റെ, ഇന്റർനാഷണൽ സയൻസ് മാഗസിനാണ് ഫ്രണ്ടിയർ എന്ന് പറയുന്നത്. ആ മാഗസിനിലാണ് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലുള്ള ഡോക്ടർമാർ ചേർന്ന് എഴുതിയ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, മണാശ്ശേരി, കുറ്റ്യാടി, തളീക്കര, കള്ളാട്, അതുപോലെ വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലാണ് ഇപ്പോൾ ഈ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. 272 വവ്വാലുകളെയാണ് പരിശോധനയ്ക്കായി വിധേയമാക്കിയിരുന്നത്. ഇതിൽ 20% വവ്വാലുകളിൽ നിപ്പ വൈറസിന്റെ ആന്റിബോഡി കണ്ടെത്തിയതായാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ 44 വവ്വാലുകളുടെ കരൾ, പ്ലീഹ എന്നിവയിൽ നിന്നും സ്രവങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ സ്രവങ്ങളിൽ 4 സാമ്പിളുകളിലും പോസിറ്റീവായി കണ്ടെത്തിയിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന നിപ്പ വൈറസുമായി 99% ജനിതക സാമ്യമുള്ളവയാണ് ഇപ്പോഴത്തെ വൈറസ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഗുരുതരമായൊരു സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ജനങ്ങൾ കരുതേണ്ട നടപടികളടക്കം പുറത്തിറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 5-നാണ് ഈ ഫ്രണ്ടിയർ മാഗസിനിൽ ഈ ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ വലിയ ഒരു ജാഗ്രത കാണിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. വവ്വാൽ കടിച്ച പഴങ്ങളും മറ്റും യാതൊരു കാരണവശാലും ഭക്ഷിക്കാൻ പാടില്ല എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. കൂടുതൽ നിർദ്ദേശങ്ങളും അതുപോലെ കൂടുതൽ മറ്റ് എടുക്കേണ്ട പ്രതിരോധ മാർഗങ്ങളും അടക്കം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യമന്ത്രി ഇപ്പോൾ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമായിരിക്കും മന്ത്രിയുടെ പ്രതികരണമടക്കം വരിക. ഓക്കെ, അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ, ഇതിൽ കൂടുതൽ തുടർ വാർത്തകളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആരും ആശങ്കപ്പെടേണ്ടതില്ല. ജാഗ്രതയോടെ പോകുന്നതിനായുള്ള കൃത്യമായ മുന്നറിയിപ്പ്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് സാനിയോ മനോമി കോഴിക്കോട്ട് നിന്നും പങ്കുവച്ചത്.